ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ വീഡിയോ ആൽബം പുറത്തിറക്കി കൊല്ലം സിറ്റി പോലീസ്. രാസലഹരി സംഘത്തിന്റെ കെണിയിലകപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനിയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതും രാജ്യാന്തര ലഹരി ശൃംഖലയുടെ അടിവേരിളക്കുന്നതുമാണ് ആൽബത്തിന്റെ പ്രമേയം. ലഹരിക്കെതിരെ കേരള പോലീസിന്റെ തൂഫാൻ കേരളമെമ്പാടും ആഞ്ഞടിക്കുമ്പോൾ ലഹരിക്കെതിരെ കൊല്ലം സിറ്റി പോലീസ് തയ്യാറാക്കിയ ഒരു വീഡിയോ ആൽബമുണ്ട്. അത് ഏറെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വൈറലായ വീഡിയോ ആൽബത്തിന് പിന്നിൽ പ്രവർത്തിച്ച അനന്തലാൽ സാറുണ്ട്. സാറേ, ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ. ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം, സിറ്റി പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം, ഈ ഒരു ആശയത്തിന് പിന്നിൽ എന്താണ്? ശരിക്കും ഇത് സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPS മാമാണ് ഇതിൻ്റെ ഒരു ആശയം ആദ്യമായി രാജേഷ് സാറിനോട്, കൊല്ലം ACP അദ്ദേഹത്തോടാണ് ഇത് ആദ്യമായി അവതരിപ്പിക്കുന്നത്. കൊല്ലത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത ജാല 2026 ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചാണ് ഈ സംഗീത ആൽബം പുറത്തിറക്കിയത്. 4 ദിവസം കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ്. മട നിർദ്ദേശം നൽകുന്നു, സാറത് പാസ് ചെയ്യുന്നു, പാട്ട് സാർ എഴുതി തുടങ്ങുന്നു. സാർ പാട്ട് എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ആൽബത്തിന്റെ ആശയം സിറ്റി പോലീസ് കമ്മീഷണർ M ഹേമലതയുടേതാണ്. വരികൾ ACP രാജേഷ് TRന്റേതും തിരക്കഥയും സംവിധാനവും DCRB ACP അനന്തലാലും നിർവഹിച്ചു. സംഗീത സംവിധാനവും ആലാപനവും പ്രശസ്ത സംഗീത സംവിധായകൻ രഞ്ജിൻ രാജാണ്. ഒപ്പം അനില രാജു. സിറ്റിയിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഇതാദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി തകർത്ത് അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയം? ഈ കാക്കയ്ക്കുള്ളിലും ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ഉണ്ടെന്ന് പറയുന്നത് തെളിയിച്ചില്ലേ? അതൊരു ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു അഭിനയം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇത് ആർക്കും ഒരു അഭിനയമായിട്ട് തോന്നിയിട്ടുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഇതൊരു അഭിനയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഇത്രയും ഭംഗിയായിട്ട് പുറത്തു വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. വീഡിയോ കണ്ടപ്പോഴാണ് അത്രയും ഭംഗിയായിട്ട് വന്നു എന്നുള്ളത് മനസ്സിലായത്. നമ്മുടെ പോലീസിലുള്ളവർ തന്നെ ഡ്രഗ് കാരിയേഴ്സ് ആയിട്ടും സെല്ലിങ്ങുമായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അതിലാണ് മെയിൻ വില്ലത്തുകളാണ് ഈ 2 പേരും. പിന്നെ വേറെയും WPC എല്ലാം അഭിനയിച്ചതിൽ ഒരു 80% നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഡോണായിട്ടും വില്ലന്മാരുമായിട്ടും അഭിനയിച്ചതല്ല നമ്മുടെ ACPs ആണ്. ത്രില്ലർ സീനുകളായിരുന്നു ഈ ഇത്രയും കവറുകളൊക്കെ. ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തു? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് എൻ്റെ DCRBയിലെ ടീമുകളാണല്ലോ. അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് പറ്റിയൊരു പാക്കറ്റ് വേണം, അത് നമ്മൾ പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു 10-100 കണക്കിന് ചെറിയ ചെറിയ വൈറ്റ് പൊടി ഉണ്ടാവണം. അപ്പോൾ ഇവരാണ് എന്ത് ഉപ്പാണോ അതോ ഗ്ലൂക്കോസാണോ? ഉപ്പാണ് സംഘടിപ്പിച്ചത്. അപ്പോൾ ആ ഉപ്പ് ചതച്ചടിച്ച് പൊട്ടിച്ച് അതൊന്നുകൂടെ ലെവൽ ചെയ്തു, അത് പ്ലാസ്റ്റിക് കവറിലാക്കി അല്ല. അപ്പോൾ ഈ ടീമുകളാണ്, DCRB ടീമുകളാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടം മാത്രമല്ല, സമൂഹത്തിന്റെ നന്മയ്ക്കും നാടിന്റെ വളർച്ചയ്ക്കും യുവതലമുറയെ പ്രാപ്തമാക്കുന്നതിനുള്ള ചുവടുവയ്പ് കൂടിയാണ്. കൊല്ലത്തു നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ഷിജു മോഹൻ CS ബി ശ്രീകുമാർ.